ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഇന്നത്തെ വിഷു ആശംസകളും ഞാൻ നേരുന്നുണ്ട്. ഞാനിവിടെ തേങ്ങ അരച്ച മത്തിക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഉലുവയും അതുപോലെ തന്നെ കടുവും ആവശ്യത്തിന് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും അരിഞ്ഞത് 3-4 പച്ചമുളകും കൂടെ കീറി വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കാണുമ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴേക്കും ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3-4 കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. അലിയിച്ചതിന് ശേഷം നമുക്ക് പുളി മാത്രം എടുത്തിട്ട് ഇതുപോലെ 2-3 ആയിട്ട് കീറിയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, പുളി കൂടി പോകും. അപ്പോൾ ഇത്രയും മതിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലെ മീനിലേക്കൊന്ന് പകർന്നു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നീളത്തിൽ ഞാനിത് ഇലയെല്ലാം ഇങ്ങനെ തന്നെ തണ്ടോട് കൂടിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ അരപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളകി വരുമ്പോഴേക്കും പുളി ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം മാറ്റി വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് കറക്റ്റായിട്ടുള്ള അളവാണ്, നമുക്കിത് മതിയാവും. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ എല്ലാ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം, കറി മാറ്റി വയ്ക്കാം. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല രീതിയിൽ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കറി മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാമെന്നറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തന്നത് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.